മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് യൂറോ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഇന്ന് അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ഓക്കെ, remembering the meaning of global depository receipts. Global depository receipts എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫോറിൻ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനിക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിന് വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യുന്നതിന് ഒരു ഡെപ്പോസിറ്ററി ബാങ്കിൽ അവരുടെ ഷെയർസ് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്ററി ബാങ്ക് ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. ആ റെസിപ്റ്റ് ആയിരിക്കും ആ രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്നത്. And it will be denominated in a currency other than the currency of the country where it is traded, and other than the currency of the country from where it has come. അത് ഇഷ്യൂ ചെയ്യുന്ന രാജ്യത്തെ കറൻസിയിലും ആയിരിക്കില്ല, അത് ട്രേഡ് ചെയ്യുന്ന രാജ്യത്തെ കറൻസിയിലും ആയിരിക്കില്ല അത് ഡിനോമിനേറ്റ് ചെയ്യും. മറ്റേത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കറൻസിയിലും അത് ട്രേഡ് ചെയ്യാം. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് is also similar to global depository receipts. Okay, let's see its meaning. What does it mean? Okay, let's see it. American depository receipts are financial instrument traded in US stock exchange. As its name indicates, it is traded in stock exchanges in the United States of America. And it's a non-US company seeks list in the US stock exchanges, deposits its shares with a bank, and bank then issues receipt against these shares, and these receipts can be traded domestically, usually on NASDAQ or on New York Stock Exchange, etc. നമ്മള് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സും സിമിലർ ടു ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്. ഇപ്പൊ തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ American deposit receipts can be denominated only in US dollar. മറ്റൊരു കറൻസിയിൽ അത് ഡിനോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. And that can be traded only in United States. Whereas global deposit receipts can be denominated in any currency internationally acceptable and can be traded in any country. എവിടെ വേണേലും ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാം. അത് ഏത് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കറൻസിയിലും ട്രേഡ് ചെയ്യും. മെയിൻ ആയിട്ട് ഈ ഒരു ഡിഫറൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, അപ്പം ഈ US അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്, in this case a company coming from outside United States often deposits certain number of shares with a bank in having base in United States, or bank which is a bank functioning in United States, and on deposit of these a certain number of shares by a foreign company, the bank issues a receipt, and this receipt can be traded in leading New York Stock Exchange, including NASDAQ, New York Stock Exchange,
എക്സെട്ര. അപ്പൊ ഇതാണ് നമ്മുടെ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നും ഒരു കമ്പനി, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു കമ്പനി അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകാം. അവർക്ക് അവരുടെ ഷെയർ അവിടെ ലിസ്റ്റ് ചെയ്ത് അവർക്ക് ട്രേഡ് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം അവരുടെ ഷെയർസ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നു. ഇവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇവരൊരു ബാങ്കിനെ ഐഡന്റിഫൈ, ആ ബാങ്കിൽ കൊണ്ടുപോയി ഒരു നിശ്ചിത നമ്പർ, ചിലപ്പോൾ 1 ലക്ഷം ഷെയർസ് അല്ലെങ്കിൽ 2 ലക്ഷം ഷെയർസ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷം ആ ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് ഒരു റെസിപ്റ്റ് ചെയ്യും. ആ റെസിപ്റ്റ് ഈ പറയുന്ന ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെല്ലാം ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ടു ഓവർകം the regulations set by American monitoring authorities. അപ്പം അമേരിക്കയിൽ നിലനിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലെ ഷെയർസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾ ഒഴിവായി കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. The absence of US Federal American deposit receipts, companies need to reveal their details. They have to obey the rules and regulations of United States. They have to submit the detailed annual report. They have to give all operational details. എല്ലാം ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് പലപ്പോഴും ഒരു കമ്പനിയെ സംബന്ധിച്ച് അത്രയും ഡോയിസബിൾ ആകണമെന്നില്ല. അപ്പൊ അത് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ എന്താണ്? they are free to trade. They are without providing any such information. They are eligible to trade their securities in US stock exchanges. അപ്പൊ അതാണ് ഈ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഓക്കെ, then trade in ADRs, American deposit receipts, is conducted entirely in US dollar. And also the bank converts the stock's dividend of US currencies. ഇതിലെ ഫുൾ ട്രാൻസാക്ഷൻ US ഡോളറിലാണ്, എല്ലാ ട്രാൻസാക്ഷനും US ഡോളറിലാണ്. It is denominated in US dollar when the dividends are paid in US dollar because it is traded in United States. ഇഷ്യൂ ചെയ്യുന്ന കൺട്രി ഈ പറയുന്ന ഡിവിഡൻഡ് അവരുടെ ഓൺ കറൻസിയിലായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അതിനെ US ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷമാണ് ഈ പറയുന്ന ഡെപ്പോസിറ്ററി ബാങ്ക്സ് അത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അത് അവരുടെ കറൻസിയിലായിരിക്കും ഇത് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ നോർമലി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു US ഡോളർ. ഓക്കെ, അപ്പൊ അതിലൂടെ എന്താണ് അവർക്ക് ആ ഒരു എക്സ്ചേഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഒരു US ഡോളർ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ അവർക്ക് കിട്ടും. ഓക്കെ, then we can say an American depository receipts can be defined as a negotiable instrument denominated in US dollar and issued by US depository banks. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അത് US ഡോളറിൽ ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് they are issued by ആരാ ഇഷ്യൂ ചെയ്യുന്നത്? അമേരിക്കയിലുള്ള ഡെപ്പോസിറ്ററി ബാങ്ക്സ്. ഡെപ്പോസിറ്ററി ബാങ്ക് എന്ന് പറയുമ്പോൾ ഏത് ബാങ്കാണ്? ബാങ്ക് വിത്ത് വിച്ച് a foreign company has deposited its shares. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. In other words, it is a certificate that represents the ownership of foreign stocks. Okay, now let's move on to the next slide. This American deposit receipt was firstly introduced in 1927 by
a company, a bank called Morgan Guarantee Bank. പിന്നീട് അത് നമ്മുടെ ഈ പറയുന്ന ഇന്റർനാഷണൽ ബാങ്ക് ഉണ്ട്, JP Morgan and Company എന്ന് പറയുന്നത് വളരെ ടോപ്പ് ബാങ്കാണ്, യുഎസിലെ ലീഡിങ് ബാങ്കാണ് JP Morgan. അപ്പൊ അത് നമ്മൾ ഈ പണ്ടൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പം ഇവര് വളരെയധികം ഫിനാൻഷ്യലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് JP Morgan. ഓക്കെ, അപ്പൊ അവരാണ് ആദ്യമായിട്ട് ഈ പറയുന്ന അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് ഇഷ്യൂ ചെയ്തത്. ദാറ്റ് വാസ് ഇൻ 1927. ആർക്ക് വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബ്രിട്ടീഷ് ടൊബാക്കോ കമ്പനി കോൾഡ് സെൽഫ്രിഡ്ജസ് ഓൺ. അപ്പൊ അവരുടെ ഷെയർസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ന്യൂയോർക്ക് ക്രബ് എക്സ്ചേഞ്ച്, അങ്ങനെയാണ് അത് പണ്ടറിയപ്പെടുന്നത്. ഇപ്പൊ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ ന്യൂയോർക്ക് ക്രബ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ADRs മോർഗൻസ് ഗ്യാരണ്ടി ബാങ്ക് അന്നും ഇഷ്യൂ ചെയ്തത്. അപ്പം ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്റ്റ്സ്. ഓക്കെ, when if ADRs were not in exist, usually the foreign companies they need to go through the rules and regulations set by American Exchange Securities Exchange Commission of United States. അപ്പം ഇങ്ങനെയുള്ള ADRs ട്രേഡ് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഫോറിൻ കമ്പനികൾക്ക് അവരുടെ ഷെയർസ് ഒക്കെ അമേരിക്കയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അവർക്ക് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ, അവിടുത്തെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയാണ്, അവർ നിഷ്കർഷിക്കുന്ന റെഗുലേഷൻസ് അത് ഫോളോ ചെയ്യാൻ അവർക്ക് ബാധ്യത ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ADRs ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം അതിന്റെ അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റേഴ്സ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, if they need to invest, if they want to invest in foreign shares, they have to go to foreign stock exchanges. That creates lot of problems for the American investors, especially in connection with the exchange rate, in the connection with exchange of domestic currency into foreign currency. So a lot of problems were faced by American investors. And to overcome this problem, Securities Exchange Commission permitted the trading of, they introduced the American depository receipts. They permitted to trade American depository receipts. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും അതേപോലെ അമേരിക്കൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ റെഗുലേഷൻസ് ഓവർകം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പർപ്പസിലാണ് ആൾക്കാർ ഫോറിൻ കമ്പനീസ് ഇതിൽ കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്നത്. And an ADR is typically created by a US bank, and in order to issue ADRs, the US bank takes custody of foreign shares in foreign office or place them with a custodian bank. നേരത്തെ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് പറഞ്ഞ പോലെ തന്നെ ADRs ഇഷ്യൂ ചെയ്യുന്നതിനായിട്ട് അവർ ഈ പറയുന്ന ഒരു സെർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് അവർ കസ്റ്റഡി എടുക്കും, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. ആ ഷെയർസ് നോർമലി അത് ആരുടെയെങ്കിലും ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ളൊരു കമ്പനിയാണ് അമേരിക്കയിൽ പോയി ഈ പറയുന്ന ഷെയർസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബാങ്കിലായിരിക്കും ഈ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കും. ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുന്ന അമേരിക്കൻ ബാങ്ക് ആയിരിക്കും. അവർ ഇന്ത്യയിലുള്ള ബാങ്കിനെ അതിന്റെ ഒരു കസ്റ്റോഡിയൻ ആയിട്ട് വെക്കും. അപ്പം അങ്ങനെ ആ കസ്റ്റോഡിയൻ ബാങ്ക് ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഡെപ്പോസിറ്ററി ബാങ്ക്സിലേക്ക് ഡിവിഡൻസ് എല്ലാം എത്തുന്നത് ത്രൂ കസ്റ്റോഡിയൻ ബാങ്കിലായിരിക്കും. ഓക്കെ, then on deposit of the number of shares, bank issues ADRs that is denominated in US dollar. Okay, and it can be easily traded in all the stock exchanges in United States. മറ്റ് ഷെയർസ് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സും അമേരിക്കയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, now let's see different types of American depository receipts.
Um, the beginning, let's see, there are two types of classification. We can commonly there are two types of classifications. The first one is sponsored and second one is unsponsored American depository receipts. ഇവ തമ്മിൽ ഒറ്റ ഡിഫറൻസ് ഉണ്ട്. സ്പോൺസേഡ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ കമ്പനി ഓർ ഫേംസ് pays the whole fee for issuing deposit receipts. അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് മുഴുവനായിട്ട് ഫോറിൻ ഫേം ആണ് ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞു, ഇപ്പം ഇവിടെ നിന്ന് ഭാരത് പെട്രോളിയം അവർക്ക് അവരുടെ ഷെയർസ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണം. അതിനുവേണ്ടി അവർ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് മുഖേന ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവര് അവിടെയുള്ള അമേരിക്കയിലുള്ള ഒരു ബാങ്കിനോട് പറയും, ഞങ്ങളുടെ ഇത്ര നമ്പർ ഷെയർസ് അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ച് ADRs ഇഷ്യൂ ചെയ്യാനായിട്ട്. അപ്പൊ അതുമായിട്ട് അങ്ങനെ ഭാരത് പെട്രോളിയം അങ്ങോട്ട് പോയി പറയുകയാണ്, ഞങ്ങളുടെ ഇത് ഷെയർസ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേന് എന്താണ്, നമ്മളാണ് ഈ ഇഷ്യൂ ചെയ്യുന്ന ആള് തന്നെയാണ് അതിന്റെ ഇനിഷ്യേറ്റീവ്. അപ്പം ദ ഹോൾ കോസ്റ്റ് മസ്റ്റ് ബി paid by the issuing company. ഭാരത് പെട്രോളിയം തന്നെ അത് വഹിക്കണം. നേരെ മറിച്ച് if it is unsponsored means it is demand driven. അമേരിക്കയിലുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സിന് ഭാരത് പെട്രോളിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുണ്ട്, നല്ല ലീഡിങ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ്, ദ ഹോൾ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ വിൽ ബി issuing areas will be taken by the depository bank itself. അങ്ങനെ വരുമ്പോഴത്തേനും അത് ഡെപ്പോസിറ്ററി ബാങ്ക് ആയിരിക്കും ഫുള്ള് എക്സ്പെൻസ് വഹിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഒരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലെവൽ 1 ADRs, ലെവൽ 2 ADRs, ലെവൽ 3 ADRs. എന്താണ് ഇവ മൂന്നും എന്ന് നോക്കാം. ലെവൽ 1 ADRs are traded on over the counter exchanges or over the counter markets in the United States, and they are experiencing the least regulations from the part of Securities Exchange Commission of United States. അതിൽ ഏറ്റവും നിയന്ത്രണം കുറഞ്ഞ ഒരു അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ് ലെവൽ 1 ADR എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇതിനൊരു ഈ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്സിൽ അത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും ഈ പറയുന്ന ലെവൽ 1 ADR ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ അവിടെ ചെറിയ അല്ലെങ്കിൽ ഒരു മീഡിയം കമ്പനീസിന്റെ ഷെയർ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഓവർ ദ കൗണ്ടർ മാർക്കറ്റുകളിൽ അത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അവർ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ലയബിലിറ്റിയും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും അവർക്ക് കൊടുക്കേണ്ട, നോട്ട് രജിസ്റ്റർ വിത്ത് അമേരിക്കൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ, അങ്ങനെ ഒരുപാട് റിലാക്സേഷൻ വളരെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ് ലെവൽ 1 ADRs. Then level 2 ADRs. This is having a little more regulatory regulations. If a foreign company needs to issue level 2 ADRs, they have to register with the American Securities Exchange Commission, and also they have to file annual reports. അങ്ങനെ കുറച്ച് restrictions ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും much more it is comparatively free than issuing securities directly into American stock exchanges. നേരിട്ട് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലും കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൽ ലെവൽ 2 ADRs വരുന്നത്. പക്ഷേ ആനുവൽ റിപ്പോർട്ടൊക്കെ അവർ ആൻഡ് ലെവൽ 3 ADRs, this is a prestigious form of American depository receipts. The companies which are issuing level 3 ADRs are to register with the Securities Exchange Commission, as we have seen in the case of level 2 ADRs. But besides, they have to follow a lot of restrictions or a lot of rules and regulations set by the Securities Exchange Commission. They have to submit the annual report. They have to
follow the policies framed by a Securities Exchange Commission, and lot of restrictions are set on level 3 areas. And the companies which are issuing level 3 areas, they are also eligible to trade the securities directly into American stock exchanges. അപ്പം ലെവൽ 3 ഏരിയാസ് എന്ന് പറയുന്നത് ഏറ്റവും നിയന്ത്രണങ്ങളുള്ള അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ്. ഈ ലെവൽ 3 ഏരിയാസ് ഇഷ്യൂ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നേരിട്ട് തന്നെ അവരുടെ ഷെയർസ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും റെസ്ട്രിക്ഷൻസ് ലെവൽ 3 ഏരിയാസിൽ വരുന്നുണ്ട്. അമേരിക്കൻ ഡെപ്പോസിറ്ററി ആണെങ്കിൽ പോലും ഈച്ച് ടൈപ്പ് ഓഫ് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആർ ഹാവിംഗ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് റെഗുലേഷൻസ്, പല തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഓക്കെ, അപ്പം these are the various classifications of American deposit receipts. The first one sponsored and unsponsored, second level 1, level 2 and level 3 areas. Now let's understand some of the advantages and disadvantages of American depository receipts. First, let's see the advantages of American depository receipts. ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ the American investors can invest in foreign companies which can fetch high returns. This makes it easy for the American investors to invest in foreign companies. That is one of the important advantages of American depository receipts. The second one is the companies located in foreign countries can get registered on American stock exchange without having a so-called without following the so-called rules and regulations of the Securities Exchange Commission. So this is another important advantage. Foreign companies easy at American stock exchange will register ചെയ്യാൻ പറ്റും. അതൊരു advantage ആണ്. Then the benefit of currency fluctuations can be availed. നമ്മൾ പറഞ്ഞു ഇത് ഫുള്ളി ഡിനോമിനേറ്റഡ് ഇൻ US ഡോളറിലാണ്. പക്ഷേ ഡിവിഡൻഡ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അവർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ഡൊമസ്റ്റിക് കറൻസിയിലായിരിക്കും. അതിനെ US ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉത്തരവാദിത്തം ഡെപ്പോസിറ്ററി ബാങ്കിനാണ്. അപ്പം ആ കൺവേർഷൻ വരുമ്പോൾ US dollar has appreciated or its value has improved, means they get benefit out of these exchange rate fluctuations. So additional benefit, or additional benefit അവർക്ക് കിട്ടി ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസിലൂടെ. അപ്പൊ അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നേരെ കുറച്ച് ഒരു ഡിപ്രീസിയേഷൻ വന്നെങ്കിൽ അത് ഓപ്പോസിറ്റ് ആയിട്ടും വരും, അത് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാം. ഓക്കെ, and it is easier way to invest in foreign companies as there are no restrictions to invest in ADRs. Okay, then another advantage is ADRs simplifies the tax calculations. Lot of exemptions are there. The income received on ADRs, just like other equity shares. Then price for ADRs are quoted in US dollar and dividends are paid in US dollar. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ all are denominated in US dollar and the dividend is also paid in US dollar. And the next advantage is ADRs trade during US market hours and are subject to similar clearing and settlement procedures as American stocks. മറ്റ് അമേരിക്കൻ സ്റ്റോക്കുകളെ പോലെ തന്നെ അവരുടെ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് അവേഴ്സ് തന്നെയാണ് ADRസും ട്രേഡ് ചെയ്യുന്നത്. അപ്പം അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടാവുന്നില്ല. പക്ഷെ നമ്മൾ നേരെ മറിച്ച് സപ്പോസ് അമേരിക്കൻ ഇൻവെസ്റ്റർ വാണ്ട്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. Okay, they want to invest in stock companies, shares of companies functioning in India. They have to, in the absence of ADRs, they have to come to India. അപ്പോൾ ആ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേന് ഇന്ത്യയിലെ ട്രേഡിംഗ് അവേഴ്സിൽ വേണം അവർക്ക് ട്രേഡ് നടത്താനായിട്ട്. അത് അവരുടെ ചിലപ്പം അവർ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങേണ്ട സമയത്തായിരിക്കും ഇന്ത്യയിൽ ട്രേഡിംഗ് നടക്കുക. അപ്പം ആ സമയത്ത് അത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ട്രേഡിംഗ് എന്ന് പറയുന്നവരാണ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ട്രേഡിംഗ് ടൈമിലാണ് ഇവിടെ ട്രേഡിംഗ് നടക്കുന്നത്. ഇറ്റ് ഈസ് മോർ കൺവീനിയന്റ് ഫോർ ദം. ഓക്കെ, so this is another advantage of
American depository receipts. Now let's see some of the disadvantages also. Even though the transactions in the area takes place in US dollar, still they are exposed to risk of associated with the foreign exchange fluctuations, especially when the dividends are paid, or and also when the securities are retained, or the principal amount is paid back. ആ സമയത്തൊക്കെ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ, അത് ഡിപ്രീസിയേഷൻ ആ സംഭവിക്കണമെങ്കിൽ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിന് ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഇതൊരു ഡിസഡ്വാൻറ്റേജ്. Then number of options to invest in US companies is limited. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ഏരിയാസിലൊക്കെയാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ഓപ്ഷൻസ്, നമ്പർ ഓഫ് ഓപ്ഷൻസ് കുറവായിരിക്കും. Then investments in companies using ADRs often becomes illiquid, as investors need to hold and hold the shares for long term to generate good return. നമ്മൾ ADRs ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും പലപ്പോഴും അതിന്റെ ട്രേഡിംഗ് ഫെസിലിറ്റി, ട്രേഡിംഗ് പോസിബിലിറ്റീസ് ഒക്കെ കുറവാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത് ദീർഘകാലം കയ്യിൽ വെച്ചിരുന്നാൽ മാത്രമേ അതിന്റെ ഒരു റിട്ടേൺ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതൊരു കുറച്ചുകൂടി ലിക്വിഡ് അല്ല, ഇല്ലിക്വിഡ്. കാരണം അത് ട്രേഡിംഗ് പോസിബിലിറ്റീസ് ഒക്കെ മറ്റ് US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡയറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഷെയർസിനെ പോലെ അത്രയും ട്രേഡിംഗ് ഓപ്ഷൻസ് ഇല്ല. Then any violation of compliance can lead to strict action by Securities Exchange Commission. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കമ്പനി വരുത്തിയാൽ മതി, ഉടനെ ഈ പറയുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ അടുത്ത നടപടികൾക്ക് അവർ വിധേയമാകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നമ്മുടെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സിന് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് issued by American Depository Bank to trade in US stock exchanges, which represents a certain number of shares of foreign companies, and it is denominated in US dollar, and dividends are paid in US dollar, and it can be sponsored or unsponsored, or it can be level 1, level 2, or level 3 areas. Okay, so that's all about American Depository Receipts. Thank you.